നമുക്കറിയാം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടും ശുചിത്വ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലായിട്ടും ഈ സാമ്പത്തിക വർഷം നമ്മൾ കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കരൂര് PHC അന്ത്യാളത്ത് പ്രവർത്തിക്കുന്ന PHC കരൂർ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ രാമപുരം പഞ്ചായത്തിലെയും സാധാരണക്കാരായ ആളുകൾ ധാരാളമായിട്ട് വന്നു ചേരുന്ന ആ PHCക്ക് പുതിയ കെട്ടിടം ആധുനിക നിലവാരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള കെട്ടിടം നിർമ്മാണം നടന്നു വരികയായിരുന്നു. പക്ഷേ നമുക്കറിയാം അതിന് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം അവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 8 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതമായിട്ട് അനുവദിച്ചിരുന്നു. അത് അവർക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി കൃത്യമായിട്ട് ലഭ്യമാക്കി. വീണ്ടും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു 10 ലക്ഷം രൂപ കൂടി ഈ വർഷം കരൂര് PHCയുടെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കൊടക്കച്ചിറയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ സ്ഥാപനം എന്നുള്ള നിലയിൽ അവിടെ കെട്ടിടത്തിന്റെ അപര്യാപ്തത മൂലം അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിന് NHMന്റെ ഫണ്ടും ഒക്കെ ലഭ്യമാവും. ഏതായാലും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ലഭ്യമാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ കൊടക്കച്ചിറ ഹോമിയോ ഡിസ്പെൻസറിയുടെ നിർമ്മാണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം ഈ വരുന്ന വർഷത്തെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒക്ടോബർ അവസാനം അല്ലെങ്കിൽ നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികൾ വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ പ്രത്യേകിച്ച് ഈ പദ്ധതികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട പഞ്ചായത്ത് തലത്തിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ AE അദ്ദേഹത്തോട് വളരെ അടിയന്തരമായിട്ട് നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും വളരെ സമയബന്ധിതമായിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് കുറഞ്ഞത് ഒരു 6 മാസത്തിനുള്ളിൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഈ 1,02 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരൂർ ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിക്കണമെന്ന് വളരെ കർശനമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അതനുസരിച്ചുള്ള പദ്ധതികൾ അതിനുവേണ്ട തുടക്കം പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ നമുക്കറിയാം കരൂർ ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ തന്നെ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ പ്രവിധാനം പള്ളിയുടെ മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രവിധാനം പള്ളി മലങ്കോട് അന്തീനാട് റോഡ് നമുക്ക് വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ആ റോഡിന് 18 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച് അതിന്റെ നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കകം നമുക്ക് ഈ വർഷം ഈ 2024 വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ പ്രവിധാനം മലങ്കോട് അന്തീനാട് റോഡ് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കരൂർ ഗ്രാമപഞ്ചായത്തിലെയും ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിലെയും ആളുകൾ ഉപയോഗിക്കുന്ന ആ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാകുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കരൂർ ഗ്രാമപഞ്ചായത്തിൽ അന്തിനാട് ഈസ്റ്റ് വാർഡില് അമ്പാട്ട് ഭാഗത്ത് പൊതുകിണറും അതുപോലെ തന്നെ ലക്ഷംവീട് കോളനിയിലുള്ള പഞ്ചായത്ത് കിണറിനും സംരക്ഷണ വിദ്യയും അതിന്റെ മൂടിയും നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൈക്കുളം ചെറുകര സെന്റ് ആന്റണീസ് സ്കൂളിൽ നമ്മുടെ ധാരാളം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൽ പുതിയൊരു സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 12 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവറുമുണ്ട ചെക്കിടാം റോഡ് നമ്മുടെ തോടിന്റെ സൈഡിലൂടെ പോകുന്ന ഒരു റോഡാണ്. അവിടെ പലപ്പോഴും മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം അവിടെ ചെക്കിടാമിൽ നിന്നും വെള്ളം നിറഞ്ഞ് റോഡിലേക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കവറുമുണ്ട ചെക്കിടാം റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊടൂർക്കുന്ന് SC കോളനി റോഡ് അത് നമുക്കറിയാം, ആ റോഡ് ഒരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് റോഡിന്റെ സൈഡ് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഈ ഭരണങ്ങാനം ഡിവിഷനിലെ 4 പഞ്ചായത്തുകളായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏതാണ്ട് 90ഓളം മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കരൂർ ഗ്രാമപഞ്ചായത്തിൽ 10 ലക്ഷം രൂപ കൂടി മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവിധാനം സ്കൂള് നമ്മുടെ കരൂർ ഗ്രാമപഞ്ചായത്തിലാണ് പ്രവിധാനം സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു മനോഹരമായ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ്
നിർമ്മിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുത്തോലിക്കുന്ന് കുടിവെള്ള പദ്ധതി, അവിടെ നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് പുതിയ പൈപ്പ് ലൈനൊക്കെ സ്ഥാപിച്ച് അവിടെ കുടിവെള്ള പദ്ധതി നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ അവിടെ പുതിയ മോട്ടറും അതുതന്നെ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ സാമഗ്രികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുണ്ടാങ്കൽ സ്കൂള് മഠം ഒക്കെ സ്ഥിതി ചെയ്യുന്ന അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ധാരാളം ആളുകൾ ദിവസേന സ്കൂൾ കുട്ടികളടക്കം ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി 3.5 ലക്ഷം രൂപ ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ അത് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുന്നത്താനം SC കോളനിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വലവൂരുള്ള പഞ്ചായത്ത് സ്റ്റേഡിയമാണ് വലവൂര്. വോളിബോൾ കോർട്ട് ധാരാളം ആളുകൾ ചെറുപ്പക്കാർ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി ദിവസേന ഉപയോഗിക്കുന്ന ആ വോളിബോൾ കോർട്ടിന്റെ സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തിനാട് വാർഡില് ചൈതന്യ കുടിവെള്ള പദ്ധതി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ്. അതിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ പുതിയ പൈപ്പ് ലൈൻ, അത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അവിടെ പൈപ്പ് ലൈൻ ഒക്കെ നിരവധി മാറേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ചൈതന്യ കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ 7.5 ലക്ഷം രൂപ അവിടെ പൈപ്പ് ലൈൻ മാറുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1,02 ലക്ഷം രൂപ ഇപ്പോൾ നടന്നു വരുന്ന പദ്ധതികൾക്ക് പുറമെ പുതുതായിട്ട് ആരംഭിക്കുവാൻ വേണ്ടി 102 ലക്ഷം രൂപയുടെ ഫണ്ടുകൾ കരൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം അനുവദിച്ചിട്ടുണ്ട്.